നമസ്കാരം, KCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. രാജപുരം എണ്ണപ്പാറ സർക്കാരി മൊയോലത്തെ ആദിവാസി പെൺകുട്ടിയുടെ തിരോധാനം. തിരച്ചിലിൽ ലഭിച്ച എല്ലിന്റെ ഭാഗം പെൺകുട്ടിയുടേതാണെന്ന് തെളിഞ്ഞതായി പോലീസ്. കാന്തതീർത്ത ബീച്ച് റോഡ് ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി നിർവഹിച്ചു. ജില്ലാ ലൈബ്രറി കൌൺസിൽ വികസന സമിതിയുടെ ആഭിമുഖ്യത്തിൽ ദുർഗ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുന്ന പുസ്തകോത്സവം ശ്രദ്ധേയമാകുന്നു. സീതാംകുളി മുഖാരിക്കണ്ടത്ത് ഹാർഡ്വെയർ കടയിൽ വൻ തീപിടുത്തം. ബദിയടുക്കയിലെ അർഷാദിന്റെ ഉടമസ്ഥതയിലുള്ള അർഷ് എന്ന ഹാർഡ്വെയർ കടയിലാണ് തീപിടുത്തമുണ്ടായത്. കാസർഗോഡ് തിയേറ്ററിക് സൊസൈറ്റിയും സംഗീത നാടക അക്കാദമിയും ചേർന്നൊരുക്കുന്ന നാടകോത്സവം 23-24 തീയതികളിൽ കാസർഗോഡ് നടക്കും. പത്മശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാർ ഉദ്ഘാടനം ചെയ്യും. വാർത്തകൾ വിശദമായി. രാജപുരം എണ്ണപ്പാറ സർക്കാരി മൊയോലത്തെ ആദിവാസി പെൺകുട്ടിയുടെ തിരോധാന കേസിൽ പ്രതിയെ 15 വർഷങ്ങൾക്ക് ശേഷം പിടികൂടി. പാണത്തൂർ ബാപ്പുങ്കയം സ്വദേശി ബിജു പൗലോസാണ് അറസ്റ്റിലായത്. തിരച്ചിലിൽ ലഭിച്ച എല്ലിന്റെ ഭാഗം DNA പരിശോധനയിൽ പെൺകുട്ടിയുടേതാണെന്ന് തെളിഞ്ഞതായി പോലീസ് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 2010 ജൂൺ 6-നായിരുന്നു എണ്ണപ്പാറയിലെ ദളിത് പെൺകുട്ടിയെ ദുരൂഹ സാഹചര്യത്തിൽ കാണാതായത്. സംഭവത്തിൽ പിതാവിൻ്റെ പരാതിയിൽ അമ്പലത്തറ പോലീസ് കേസെടുത്ത് അന്വേഷണം നടത്തിയിരുന്നു. എന്നാൽ പെൺകുട്ടിയെ കണ്ടെത്തുവാൻ കഴിഞ്ഞിരുന്നില്ല. ഏറ്റവും ഒടുവിൽ ഹൈക്കോടതി നിർദ്ദേശപ്രകാരം കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറുകയായിരുന്നു. അന്ന് ആരോപണമുയർന്നിരുന്ന പ്രതി ബിജു പൗലോസിനെ നിരവധി തവണ ചോദ്യം ചെയ്തതിൽ നിന്നുമാണ് കേസിൻ്റെ ചുരുളഴിഞ്ഞത്. പെൺകുട്ടി 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മുതൽ ബന്ധം സ്ഥാപിച്ച ഇയാൾ പലതവണ ലൈംഗിക ഉപദ്രവം നടത്തിയതായി മൊഴി നൽകിയിട്ടുണ്ട്. പിന്നീട് അജാനൂരിലെ താമസ സ്ഥലത്ത് മരിച്ച നിലയിൽ കാണപ്പെട്ട പെൺകുട്ടിയെ താൻ പാണത്തൂർ പവിത്രം കയത്തിൽ തള്ളിയെന്നാണ് ബിജു അന്വേഷണ സംഘത്തിന് നൽകിയ മൊഴി. പക്ഷേ മൃതദേഹം കണ്ടെത്തുവാൻ കഴിഞ്ഞിരുന്നില്ല. എന്നാൽ പെൺകുട്ടിയെ കാണാതായ സമയത്ത് പുഴയിലൂടെ ഒരു യുവതിയുടെ മൃതദേഹം ഒഴുകിയെത്തിയിരുന്നു. അജ്ഞാത മൃതദേഹമെന്ന നിലയിൽ സംസ്കരിക്കുകയും ചെയ്തിരുന്നു. മൃതദേഹത്തിൻ്റെ അവശിഷ്ടങ്ങൾ വീണ്ടെടുത്ത ക്രൈംബ്രാഞ്ച് സംഘം നടത്തിയ DNA പരിശോധനയിൽ ഇത് കാണാതായ പെൺകുട്ടിയുടേതാണെന്ന് കണ്ടെത്തിയതാണ് പ്രതിയുടെ അറസ്റ്റിലേക്ക് നയിച്ചത്. അജ്ഞാത മൃതദേഹത്തിൽ കണ്ട കൊലുസും അന്വേഷണത്തിൽ നിർണായകമായി. നേരത്തെ ഒരു സസ്പെക്ട് ഉണ്ടായിരുന്നു, ബൈജു പൗലോസ് എന്ന് പറഞ്ഞിട്ടുള്ള സസ്പെക്ട് ഉണ്ടായിരുന്നു. പക്ഷേ ബൈജു പൗലോസിനെതിരെയുള്ള തെളിവുകൾ കൃത്യമായിരുന്നില്ല. പിന്നെ അതേപോലെ പെൺകുട്ടിയുടെ ബോഡിയും കണ്ടെത്താൻ പറ്റിയിരുന്നില്ല. ഇപ്പം അതൊക്കെ ക്രൈംബ്രാഞ്ചിന് സാധിച്ചിട്ടുണ്ട്. ആ ബോഡി കണ്ടെത്താൻ പറ്റി. അതുപോലെ ബൈജു പൗലോസ് എന്നുള്ള എല്ലാ തെളിവുകളും ക്രോഡീകരിച്ച് നമ്മൾ ഇന്ന് ബൈജു പൗലോസിനെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം ഇത് ഏതേത് കുറ്റകൃത്യം പറഞ്ഞാൽ റേപ്പ്, അതുപോലെ പ്രായപൂർത്തിയാകാതെ സമയത്താണ് ചെയ്തിരിക്കുന്നത് ഈ സംഭവം. അതുപോലെ തന്നെ കിഡ്നാപ്പിംഗ്, അബ്ഡക്ഷൻ, SC/ST. ഈ പെൺകുട്ടി ഒരു ട്രൈബൽ വിഭാഗത്തിൽപ്പെട്ട പെൺകുട്ടിയാണ്. അതുകൊണ്ട് SC/ST ആക്ട്, ഈ 3 ഒഫൻസ് നമ്മൾ ഇൻവോൾവ് ചെയ്തിരിക്കുക. ഈ പെൺകുട്ടി കാണാതായ ദിവസം തന്നെ മരണപ്പെട്ടെന്നുള്ളത് തെളിവിച്ചിട്ടുള്ള കാര്യമാണ്. എങ്ങനെ മരണപ്പെട്ടുള്ളത് ഇനി അന്വേഷിക്കേണ്ടതാണ്. അതിനെക്കുറിച്ചുള്ള തെളിവുകൾ ഇനി ശേഖരിക്കേണ്ട കാര്യമാണ്. കുറ്റകൃത്യം മറച്ചുവെക്കുവാൻ പ്രതി തെളിവുകളുണ്ടാക്കിയതായി അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. കേസിൽ നിന്ന് രക്ഷപ്പെടുവാൻ നിയമവശങ്ങൾ പഠിച്ചെന്നും കേസില്ലാതാക്കുവാൻ വലിയ തുക ചെലവാക്കിയെന്നും പോലീസ് പറയുന്നു. പ്രതിയായ ബിജു പൗലോസിനെ താമസ സ്ഥലത്തെ കാഞ്ഞങ്ങാട് വടകരമുക്കിലെ വാടക വീട്ടിലും മടിയനിലെ CCTV പരിശീലന സെന്ററിലും എത്തിച്ച് തെളിവെടുപ്പ് നടത്തി. അന്വേഷണ സംഘത്തിൽ ക്രൈംബ്രാഞ്ച് SP പ്രജീഷ് തോട്ടത്തിൽ, DYSP P മധുസൂദനൻ നായർ, SI രഘു, ASI രതി, പോലീസുകാരായ സുമേഷ്, മഹേഷ്, പ്രഭേഷ്, ലതീഷ്, ശ്രീജിത്ത് എന്നിവരും ഉണ്ടായിരുന്നു. പ്രതിയെ കൂടുതൽ ചോദ്യം ചെയ്യുന്നതിനായി അന്വേഷണ സംഘം കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ട് കോടതിയിൽ അപേക്ഷ സമർപ്പിക്കും. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കേരള സർക്കാരിന്റെ വികസന പദ്ധതിയുടെ ഭാഗമായി കാസർഗോഡ് വികസന ഫണ്ടിൽ നിന്ന് 2,37,00,000 രൂപ ചെലവഴിച്ച് നിർമ്മിച്ച 1350 മീറ്റർ കാന്തതീർത്ത ബീച്ച് റോഡ് ഉദ്ഘാടനം നടന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി ഉദ്ഘാടനം നിർവഹിച്ചു.
കേരള സർക്കാരിന്റെ വികസന പദ്ധതിയുടെ ഭാഗമായി കാസർഗോഡ് വികസന ഫണ്ടിൽ നിന്നും 2,37,00,000 രൂപ ചിലവഴിച്ച് നിർമ്മിച്ച 1350 മീറ്റർ കാന്തതീർത്ത ബീച്ച് റോഡ് ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി നിർവഹിച്ചു. സംസ്ഥാനത്തെ 14 ജില്ലകളിലായി 60 റോഡുകളാണ് ഒറ്റ ദിവസം കൊണ്ട് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തത്. പൊതുമരാമത്ത് ടൂറിസം മന്ത്രി മുഹമ്മദ് റിയാസ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. മഞ്ചേശ്വരം MLA AKM അഷ്റഫ് ഉദ്ഘാടന ഫലകം അനാച്ഛാദനം ചെയ്തു. പരിപാടിയിൽ AKM അഷ്റഫ് MLAയെയും കോൺട്രാക്ടർ UK മുഹമ്മദിനെയും വേദിയിൽ ഷാൾ അണിയിച്ച് ആദരിച്ചു. എൻ്റെ മണ്ഡലത്തിൻ്റെ അതിർത്തിയാണ്. തലപ്പാടിക്ക് സമീപം കണ്ണോത്തീർത്ത ബീച്ചിലേക്കുള്ള റോഡ് വളരെ ശോചനീയമായിരുന്നു. കാസർഗോഡ് വികസന പാക്കേജിൽ ഉൾപ്പെടുത്തി 2,37,00,000 വളരെ മനോഹരമായ റോഡ് അത് പൂർത്തീകരിച്ചു. മക്കാഡം റോഡാണ്. അതിൻ്റെ ഔപചാരികമായ സമർപ്പണം ഇന്ന് നിർവഹിച്ചിരിക്കുകയാണ്. തീർച്ചയായും മഞ്ചേശ്വരം വികസനത്തിലേക്ക് കുതിക്കുന്നതിൻ്റെ ഏറ്റവും മികച്ച അടയാളമാണ് ഈ റോഡ്. മഞ്ചേശ്വരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജീൻ ലവീന മൊന്തേരോ, വൈസ് പ്രസിഡന്റ് മുഹമ്മദ് സിദ്ദിഖ്, ജനപ്രതിനിധികളായ യാദവ് ബഡാജെ, സുപ്രിയ ഷേണായി, വിനയ ഭാസ്കർ, ലക്ഷ്മൺ കുച്ചിക്കാട്, മുസ്തഫ ഉദ്യാവർ, ആദർശ്, നേതാക്കളായ സയ്യിദ് സൈഫുള്ള തങ്ങൾ, അഷ്റഫ് കുഞ്ചത്തൂർ, ഹനീഫ് കുച്ചിക്കാട് തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. ബിജു കെ സ്വാഗതവും ശോഭ നന്ദിയും പറഞ്ഞു. അബ്ദുറഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. ജില്ലാ ലൈബ്രറി കൗൺസിൽ വികസന സമിതിയുടെ ആഭിമുഖ്യത്തിൽ ദുർഗ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുന്ന പുസ്തകോത്സവം ശ്രദ്ധേയമാകുന്നു. ഇഷ്ടപുസ്തകങ്ങൾ തിരഞ്ഞെടുക്കുവാനും പരിചയപ്പെടാനും ധാരാളം പേരാണ് മേളയിലെത്തുന്നത്. വായനക്കാരുടെ ഒഴുക്കാണ് പുസ്തകോത്സവ നഗരിയിലേക്ക്. മുമ്പില്ലാത്ത വിധം വായനയിലേക്ക് പുതുതലമുറ അടുക്കുന്നതിന് തെളിവാണ് ദുർഗ ഹയർ സെക്കൻഡറി പുസ്തകോത്സവ നഗരിയിൽ യുവതയുടെ സാന്നിധ്യം. ഇഷ്ടപുസ്തകങ്ങൾ തിരഞ്ഞെടുക്കാനും പരിചയപ്പെടാനും ധാരാളം പേരാണ് മേളയിലെത്തുന്നത്. ലൈബ്രറികൾക്കും വ്യക്തികൽക്കും 35% വരെ വിലക്കിഴിവിൽ മലയാളവും 20% വരെ വിലക്കുറവിൽ ഇംഗ്ലീഷ് പുസ്തകങ്ങളും പുസ്തകോത്സവത്തിൽ നിന്ന് സ്വന്തമാക്കാം. 140 സ്റ്റാളുകളും മേളയിലുണ്ട്. ചിന്ത പബ്ലിക്കേഷൻസ് മേളയിലെ സജീവ സാന്നിധ്യമാണ്. ബാലസാഹിത്യം, നാടകം, രാഷ്ട്രീയം, നോവൽ, കഥ, കവിത, റഫറൻസ് ഗ്രന്ഥങ്ങൾ വരെ ചിന്തയിൽ ലഭ്യമാണ്. MV ജനാർദ്ദനൻ്റെ പെരുമലയൻ, ഡോക്ടർ MM സിദ്ദീഖിൻ്റെ കുമാരു 28 മണിക്കൂർ, യുവ എഴുത്തുകാരൻ മിഥുൻ കൃഷ്ണയുടെ അപരസമുദ്ര, JR ആനിയുടെ ആരണ്യകാന്ഡം, KA ബീനയുടെ ആ കസേര ആരുടേതാണ്, സന്തോഷ് കുമാർ ചെറുപുഴയുടെ പകലും രാത്രിയും എന്നിവയും സ്റ്റാളിലുണ്ട്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. സീതാങ്കുളി മുഖാരിക്കണ്ടത്ത് ഹാർഡ്വെയർ കടയിൽ വൻ തീപിടുത്തം. ബദിയടുക്കയിലെ അർഷാദിന്റെ ഉടമസ്ഥതയിലുള്ള അർഷ് എന്ന ഹാർഡ്വെയർ കടയിലാണ് തീപിടുത്തമുണ്ടായത്. സീതാങ്കുളി മുഖാരിക്കണ്ടത്ത് അർഷ് എന്ന ഹാർഡ്വെയർ കടയിൽ വൻ തീപിടുത്തം. ബദിയടുക്കയിലെ അർഷാദിന്റെ ഉടമസ്ഥതയിലുള്ള ഹാർഡ്വെയർ കടയിലാണ് തീപിടുത്തമുണ്ടായത്. ശനിയാഴ്ച രാവിലെയാണ് സ്ഥാപനത്തിനകത്ത് നിന്നും തീയും പുകയും ഉയരുന്നത് കണ്ടത്. വിവരമറിഞ്ഞ് കാസർഗോഡ്, ഉപ്പള എന്നിവിടങ്ങളിൽ നിന്നായി 2 വീതം ഫയർഫോഴ്സ് യൂണിറ്റുകൾ സ്ഥലത്തെത്തി തീയണയ്ക്കാനുള്ള ശ്രമം തുടർന്നെങ്കിലും കട വലിയ രീതിയിൽ കത്തിനശിച്ചു. കുമ്പള പോലീസ് ഇൻസ്പെക്ടർ KP വിനോദ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള പോലീസും സ്ഥലത്തെത്തി. നിരവധി നാട്ടുകാരും സ്ഥലത്ത് തടിച്ചുകൂടിയിരുന്നു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് തെക്കേ മാണിയാട്ടിൽ കുമ്പള കൃഷിയിൽ കൂട്ടായ്മയുടെ വിജയം. തെക്കേ മാണിയാട്ട് അനശ്വര റീഡിംഗ് റൂം ആൻഡ് ലൈബ്രറി വനിതാവേദി നടത്തിയ കുമ്പള കൃഷിയാണ് വൻ വിജയമായത്. നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PK ലക്ഷ്മി വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു. കാസർഗോഡ് തെക്കേ മാണിയാട്ട് അനശ്വര റീഡിംഗ് റൂം ആൻഡ് ലൈബ്രറി വനിതാവേദി നടത്തിയ കുമ്പള കൃഷി വൻ വിജയം. ഗ്രന്ഥശാല പ്രവർത്തകരുടെയും വനിതാവേദി പ്രവർത്തകരുടെയും കൂട്ടായ പ്രവർത്തനത്തിലൂടെയാണ് കുമ്പള കൃഷിയിൽ വിജയം കൊയ്തത്. പിലിക്കോട് കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ നിന്നും വാങ്ങിയ ഹൈബ്രിഡ് വിത്തുകളാണ് 30 സെന്റ് സ്ഥലത്ത് കൃഷി ചെയ്തത്. ഗ്രന്ഥശാല പ്രവർത്തകരും വനിതാവേദി പ്രവർത്തകരും ഗ്രൂപ്പായി ചുമതല നിർവഹിച്ചാണ് കുമ്പളച്ചെടിയെ പരിചരിച്ചത്. ഏകദേശം 10 ക്വിൻ്റൽ കുമ്പളമാണ് വിളവെടുത്തത്. ആവശ്യക്കാർക്ക് വയലിൽ വെച്ച് തന്നെ കുമ്പളം വിതരണം ചെയ്തു. ഇതിനു മുൻപ് ജൈവ പച്ചക്കറി കൃഷി, വെള്ളരി, കക്കിരി കൃഷി എന്നിവയും വൻ വിജയമാക്കുവാൻ ഗ്രന്ഥശാലയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PK ലക്ഷ്മി വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു. നിരന്തരമായി ഇവിടെ ഈ കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെന്നുള്ളതാണ് അറിയാൻ വേണ്ടി കഴിഞ്ഞത്. തീർച്ചയായും ഏറ്റവും നല്ലൊരു സംരംഭം അല്ലെങ്കിൽ ഏറ്റവും നല്ലൊരു കാര്യത്തിന് തന്നെയാണ് തുടക്കം കുറിച്ചിട്ടുള്ളത്. കൃഷി എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ നിന്ന്
ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. പ്രത്യേകിച്ച് പിലിക്കോട് കൃഷിഭവനിലെ അസിസ്റ്റന്റ് കൃഷി ഓഫീസർ AV മധു ആശംസയർപ്പിച്ച് സംസാരിച്ചു. വി ബാലചന്ദ്രൻ, PV ഉണ്ണിരാജൻ, K ലക്ഷ്മണൻ മാസ്റ്റർ, ദിലീപ് കുമാർ, PV സരിത, OP നീതു എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് തിയേറ്ററിക് സൊസൈറ്റിയും സംഗീത നാടക അക്കാദമിയും ചേർന്നൊരുക്കുന്ന നാടകോത്സവം 23, 24 തീയതികളിൽ കാസർഗോഡ് നടക്കും. കേരള സംഗീത നാടക അക്കാദമി ചെയർമാൻ പത്മശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാർ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കാസർഗോഡ് തിയേറ്ററിക് സൊസൈറ്റിയും സംഗീത നാടക അക്കാദമിയും ചേർന്നൊരുക്കുന്ന നാടകോത്സവം 23, 24 തീയതികളിൽ കാസർഗോഡ് കേരള സംഗീത നാടക അക്കാദമി ചെയർമാൻ പത്മശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാർ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. കന്നഡയും മലയാളവും ഇരട്ട സഹോദരങ്ങളായി പുലരുന്ന സപ്തഭാഷാ സംഗമ ഭൂമിയിൽ ഇരുഭാഷകളിലെയും 2 പ്രഖ്യാത നാടകങ്ങൾ അരങ്ങിലെത്തും. 23-ന് ഹുളിഗപ്പ കട്ടിമണി സംവിധാനം ചെയ്ത ജൊത്തെഗിരുവവനു ചന്ദിര എന്ന കന്നഡ നാടകവും 24-ന് സന്തോഷ് കീഴാറ്റൂർ സംവിധാനം ചെയ്ത പെൺനടൻ എന്ന മലയാള നാടകവും അരങ്ങിലെത്തുമെന്ന് ഭാരവാഹികൾ കൂട്ടിച്ചേർത്തു. ഈ മാസം 23, 24 തീയതികളിൽ വിദ്യാനഗറിൽ കലക്ട്രേറ്റിന് നേരെ എതിർവശമുള്ള ചിന്മയ തേജസ് ഹാളിൽ 2 നാടകങ്ങൾ അരങ്ങേറുന്നു. ആദ്യത്തേത് ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ഒരു കന്നഡ നാടകമാണ്. ഹുളിഗപ്പ കട്ടിമണി എന്ന രാജ്യമാകെ അറിയപ്പെടുന്ന പ്രശസ്തനായ സംവിധായകൻ്റെ ജൊത്തെഗിരുവനു ചന്ദിര, ചന്ദ്രൻ കൂടെ തന്നെയുണ്ട് എന്ന് അർത്ഥമുള്ള ഏത് ഭാഷക്കാർക്കും, കന്നഡയാണെങ്കിലും മലയാളികൾക്കും മറ്റു ഭാഷക്കാർക്കുമൊക്കെ വളരെ ലളിതമായി തന്നെ ആവിഷ്കാരം നടത്തി എല്ലാവർക്കും മനസ്സിലാവാവുന്ന തരത്തിലുള്ള മനോഹരമായിട്ടുള്ളൊരു നാടകമാണ് അത്. 23-ന് 6:30-ന് ചിന്മയ തേജസ് ഹാളിൽ അരങ്ങേറുന്നു. അന്ന് തന്നെ 5:30-ന് ഈ നാടകോത്സവത്തിൻ്റെ ഒരു ഉദ്ഘാടന പരിപാടി, ഹ്രസ്വമായിട്ടുള്ള ലളിതമായിട്ടുള്ള ഒരു ഉദ്ഘാടന പരിപാടി കൂടി ഒപ്പം ചേർക്കുന്നുണ്ട്. കാസർഗോഡ് തിയേറ്ററിക് സൊസൈറ്റി സെക്രട്ടറി TA ഷാഫി, വൈസ് പ്രസിഡന്റ് GB വത്സൻ, ട്രഷറർ അഡ്വക്കേറ്റ് TV ഗംഗാധരൻ, അംഗങ്ങളായ ഉമേഷ് സാലിയാൻ, സുബിൻ ജോസ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കുടുംബശ്രീ ശൃംഖല സാമ്പത്തിക ഇടപാടുകൾ നടത്തുമ്പോൾ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ടതുണ്ടെന്ന് വനം വകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ. കുടുംബശ്രീ കാസർഗോഡ് ജില്ലാ മിഷൻ നേതൃത്വത്തിൽ 3 ദിവസങ്ങളിലായി സംഘടിപ്പിച്ച കുടുംബശ്രീ അയൽക്കൂട്ട ഓക്സിലറി അംഗങ്ങളുടെ സർഗോത്സവം കയ്യൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കോർപ്പറേറ്റുകളുടെ മാതൃക ഒരിക്കലും പണം കൈകാര്യം ചെയ്യുമ്പോൾ കുടുംബശ്രീ പ്രസ്ഥാനത്തിലുള്ളവർ സ്വീകരിക്കരുതെന്നും മന്ത്രി പറഞ്ഞു. കുടുംബശ്രീക്ക് LDF സർക്കാർ മുന്തിയ പരിഗണനയാണ് നൽകുന്നതെന്നും അതിന് ഉദാഹരണമാണ് കാസർഗോഡ് ജില്ലയിൽ മാത്രം 725 കോടി രൂപ സാമ്പത്തിക സഹായം ഇതിനകം നൽകിയിട്ടുള്ളതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കേരളത്തെക്കുറിച്ച് പറയുമ്പോൾ ആദ്യം പറയുന്ന പേര് കുടുംബശ്രീയുടേതായി മാറണമെന്നും മന്ത്രി പറഞ്ഞു. കുടുംബശ്രീ രൂപീകരിച്ച് 27 വർഷം പിന്നിടുന്ന ദിനത്തിൽ നടക്കുന്ന അരങ്ങ് സർഗോത്സവത്തിന് മംഗളങ്ങൾ നേരുന്നതായും വനം മന്ത്രി പറഞ്ഞു. ഒരു നവ കേരളത്തിൻ്റെ സൃഷ്ടിയായി സാഹചര്യം ഒരുക്കിക്കൊണ്ട് ദേശത്തിനാകെ മാതൃകയാകാൻ കഴിയും. കുറേ കാലം 56 കേരള സംസ്ഥാനം അല്ലെങ്കിൽ ഭാഷാടിസ്ഥാന സംസ്ഥാനം രൂപീകരണമായതിനു ശേഷം പല സംസ്ഥാനങ്ങളും നിന്നേടത്തു നിന്ന് മുന്നോട്ട് പോയിട്ടില്ല. ഒരു ചക്രത്തിൽ തിരിയുന്നത് പോലെ കറങ്ങിക്കൊണ്ടേയിരിക്കുകയായിരുന്നു നമ്മുടെ ജീവിതവും ജീവിതശൈലി മാറ്റങ്ങളും വികസന പ്രവർത്തനങ്ങളും എല്ലാം. ചടങ്ങിൽ M രാജഗോപാലൻ MLA അധ്യക്ഷത വഹിച്ചു. കുടുംബശ്രീ ജില്ലാ കോർഡിനേറ്റർ CH ഇക്ബാൽ അരങ്ങ് വിശദീകരണം നടത്തി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ബാലകൃഷ്ണൻ, നീലേശ്വരം നഗരസഭാധ്യക്ഷ TV ശാന്ത, കാഞ്ഞങ്ങാട് നഗരസഭാധ്യക്ഷ KV സുജാത, M ലക്ഷ്മി, AP ഉഷ, AG അജിത് കുമാർ, K ശകുന്തള, M ശാന്ത, M സുമേഷ്, PB ഷീബ, M കുഞ്ഞിരാമൻ, K സുകുമാരൻ, P ശശിധരൻ, C യശോദ, P ലീല, R രജിത, KM കിഷോർ കുമാർ, P ശാന്ത, PM സന്ധ്യ, C റീന എന്നിവർ സംസാരിച്ചു.
തുടർന്ന് ലളിതഗാനം, മാപ്പിളപ്പാട്ട്, സംഘഗാനം, നാടൻപാട്ട്, മൈം, നാടകം, മിമിക്രി, മോണോ ആക്ട്, പ്രച്ഛന്നവേഷം, കഥാപ്രസംഗം, മാർഗംകളി, സ്കിറ്റ്, ചവിട്ട് നാടകം തുടങ്ങിയ മത്സര ഇനങ്ങൾ 2 വേദികളിലായി നടന്നു. ഞായറാഴ്ച രാവിലെ 10 മുതൽ 3 വേദികളിലായി നാടോടി നൃത്തവും ഒപ്പനയും തിരുവാതിരക്കളിയും സംഘനൃത്തവും ശാസ്ത്രീയ നൃത്ത ഇനങ്ങളായ ഭരതനാട്യം, കുച്ചിപ്പുടി, മോഹിനിയാട്ടം, കേരള നടനം തുടങ്ങിയ 12 ഇനങ്ങളിൽ മത്സരം നടക്കും. ഉറുമീസ് തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. തങ്ങളുടേത് എല്ലാവിധ അംഗീകാരമുള്ള സംഘടനയാണെന്നും തങ്ങൾക്കെതിരായി വന്ന മറ്റൊരു സംഘടന വാർത്താ സമ്മേളനത്തിൽ നടത്തിയത് വ്യാജ പ്രചാരണമാണെന്നും കേരള വുഷു അസോസിയേഷൻ. ഞായറാഴ്ച ബീറ്റൻ ഇൻഡോർ സ്റ്റേഡിയത്തിൽ സംസ്ഥാന ചാമ്പ്യൻഷിപ്പ് നടക്കുമെന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വുഷു അസോസിയേഷൻ ഓഫ് ഇന്ത്യ, ഇന്ത്യൻ ഒളിമ്പിക്സ് അസോസിയേഷൻ, മിനിസ്ട്രി ഓഫ് ഇന്ത്യ, സായ് എന്നിവയുടെ അംഗീകാരമുള്ള സംഘടനയാണ് തങ്ങളുടേതെന്ന് കേരള വുഷു അസോസിയേഷൻ ഭാരവാഹികൾ അറിയിച്ചു. കേരളത്തിൽ തങ്ങൾക്കെതിരെ വന്ന സംഘടന വാർത്താ സമ്മേളനത്തിൽ തങ്ങൾക്കെതിരായി നടത്തിയത് വ്യാജ പ്രചാരണമാണെന്നും ഞായറാഴ്ച കാസർഗോഡ് സംസ്ഥാന ചാമ്പ്യൻഷിപ്പ് നടക്കുമെന്നും അധികൃതർ കൂട്ടിച്ചേർത്തു. ഈ കേരള സ്പോർട്സ് കൗൺസിൽ ഈ കേരള വുഷു അസോസിയേഷൻ ഒളിമ്പിക്സിൽ എതിരാണില്ലേ ഈ നിങ്ങൾ അടിച്ചു നോക്കിയ വുഷു ഒക്കെ ഇന്ത്യയിൽ അടിച്ചു നോക്കി കഴിഞ്ഞാൽ ആദ്യം വരുന്ന കേരള വുഷു അസോസിയേഷൻ 802/2001 വേറൊരു സാധനം വരില്ല. ഇത് ഒളിമ്പിക്സിൽ അംഗീകരിച്ചിട്ടുണ്ട്, മിനിസ്ട്രി അംഗീകരിച്ചിട്ടുണ്ട്, എല്ലാ റിപ്പോർട്ടുകളും അംഗീകരിച്ചിട്ടുണ്ട്. ഇതിന്റെ സംഘടന നമ്മുടെ കയ്യിൽ മാത്രമേ ഉള്ളൂ. ഇതുപോലെ സർട്ടിഫിക്കറ്റ് സാർ പറയുകയാണ്. ഇപ്പോൾ ഞാനൊരു പറഞ്ഞിട്ടുണ്ട്, അത് പറയാം. ഇതല്ല കേരള മലപ്പുറം സൊസൈറ്റി ആക്ട് പ്രകാരം ഓരോ വർഷം രജിസ്റ്റർ ചെയ്യുന്ന ഭരണസമിതിയിൽ കൊടുത്ത് ഓരോ വർഷം രജിസ്റ്റർ ചെയ്യുന്ന ഇതുപോലത്തെ സർട്ടിഫിക്കറ്റ് കൊണ്ട് ആധാരമൊക്കെ ഞാനിത് രാജിവെച്ചു പോകും. കേരള വുഷു അസോസിയേഷൻ പ്രസിഡന്റ് KP രഘുരാംദാസ്, സെക്രട്ടറി P രവീന്ദ്രൻ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. വനിതകളുടെ സർഗവാസനകൾ മാറ്റുരയ്ക്കുന്ന വേദിയായ കുടുംബശ്രീ കാസർഗോഡ് ജില്ലാ സർഗോത്സവത്തിൽ ഹൊസ്ദുർഗ് താലൂക്ക് മുന്നേറ്റം തുടരുന്നു. CDSകളിൽ ചെമ്മനാട് ടീമാണ് ജില്ലയിൽ മുന്നിൽ. കയ്യൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ 2 ദിവസങ്ങളിലായി നടന്നുവരുന്ന ജില്ലാ സർഗോത്സവത്തിൽ 38 ഇനങ്ങളിലെ ഫലങ്ങൾ പുറത്തു വന്നപ്പോൾ ഹൊസ്ദുർഗ് താലൂക്ക് ടീം ഏറെ മുന്നിലാണ്. വിവിധ ഇനങ്ങളിലായി 189 പോയിന്റുമായാണ് ഹൊസ്ദുർഗ് 1ാം സ്ഥാനത്ത് തുടരുന്നത്. കാസർഗോഡ് താലൂക്ക് 154 പോയിന്റുമായി 2ാം സ്ഥാനത്തും വെള്ളരിക്കുണ്ട് താലൂക്ക് 107 പോയിന്റ് സ്വന്തമാക്കി 3ാം സ്ഥാനത്തും തുടരുന്നു. മരമുടു കല്ലുകൾ കനകം വെള്ളി മനമേലും പഠിച്ചെമ്പുമിരുമ്പും മറ്റും പലവക വീണ്ടും പണികൾ CDSകളിൽ 57 പോയിന്റ് സ്വന്തമാക്കി ചെമ്മനാട് 1ാമത് തുടരുമ്പോൾ 50 പോയിന്റ് നേടി കിനാനൂർ കരിന്തളം 2ഉം 26 പോയിന്റ് നേടി പള്ളിക്കര CDSകളുമാണ് മുന്നിലുള്ളത്. ഉറുമീസ് തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. കാസർഗോഡ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ആഭിമുഖ്യത്തിൽ 2024-25 അധ്യയന വർഷത്തിൽ SSLC പരീക്ഷയിൽ എല്ലാ വിഷയത്തിലും A+ കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിച്ച അനുമോദന ചടങ്ങ് ശ്രദ്ധേയമായി. വിദ്യാർത്ഥികളും രക്ഷിതാക്കളും പരിപാടിയിൽ പങ്കാളികളായി. കാസർഗോഡ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ആഭിമുഖ്യത്തിൽ 2024-25 അധ്യയന വർഷത്തിൽ SSLC പരീക്ഷയിൽ എല്ലാ വിഷയത്തിലും A+ കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിച്ച അനുമോദന ചടങ്ങ് വ്യത്യസ്തമായ അനുഭവമായി. അനുമോദനം ഏറ്റുവാങ്ങാനെത്തിയ 70-ൽ പരം വിദ്യാർത്ഥികളും രക്ഷിതാക്കളും പരിപാടിയിൽ പങ്കാളികളായി. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇൻവെസ്റ്റർ ഷെരീഫ് കാപ്പിൽ, ഷോറൂം ഹെഡ് വിപിൻ ഗംഗാധരൻ, ഡെപ്യൂട്ടി ഷോറൂം ഹെഡ് ചന്ദ്രശേഖരൻ നായർ, സെയിൽസ് മാനേജർ അബ്ദുൽ ബാസിദ്, മാനേജ്മെന്റ് ടീം അംഗങ്ങൾ എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ക്ഷീരവികസന വകുപ്പിന്റെ നേതൃത്വത്തിൽ സംസ്ഥാനത്ത് ഈ വർഷം സംഘടിപ്പിക്കുന്ന ആദ്യ ക്ഷീര കർഷക സംഗമവും ഇടയിലക്കാട് ക്ഷീര സഹകരണ സംഘത്തിന്റെ ഹൈജീനിക് മിൽക്ക് കളക്ഷൻ റൂമിന്റെ ഉദ്ഘാടനവും മെയ് 19-ന് തിങ്കളാഴ്ച നടക്കും. ക്ഷീരവികസന മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി സംഗമം ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു.
വലിയപറമ്പ് ഇടയിലക്കാട് ക്ഷീരോത്പാദക സഹകരണ സംഘം പരിസരത്ത് നടക്കുന്ന ചടങ്ങിൽ നീലേശ്വരം ബ്ലോക്ക് ക്ഷീര കർഷക സംഗമവും ഇടയിലക്കാട് ക്ഷീരോത്പാദക സഹകരണ സംഘത്തിന്റെ ഹൈജീനിക് മിൽക്ക് കളക്ഷൻ റൂമിന്റെ ഉദ്ഘാടനവും മെയ് 19 തിങ്കളാഴ്ച ക്ഷീരവികസന മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി നിർവഹിക്കും. ബ്ലോക്ക് പരിധിയിൽ ക്ഷീരമേഖലയിൽ മികവ് തെളിയിച്ച കർഷകരെ ആദരിക്കും. ക്ഷീര കർഷക സെമിനാറിൽ ഗുണമേന്മയുള്ള പാൽ ഉൽപാദനത്തിലൂടെ മെച്ചപ്പെട്ട വരുമാനം എന്ന വിഷയത്തിൽ കാഞ്ഞങ്ങാട് ക്ഷീരവികസന ഓഫീസർ PV മനോജ് കുമാറും കന്നുകാലികളിലെ രോഗങ്ങളും പരിഹാരമാർഗങ്ങളും എന്ന വിഷയത്തിൽ പിലിക്കോട് കാർഷിക ഗവേഷണ കേന്ദ്രം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ വന്ദന മോഹനനും ക്ലാസ് എടുക്കും. 35 ക്ഷീര സഹകരണ സംഘങ്ങളിൽ നിന്നായി 450 പ്രതിനിധികൾ പങ്കെടുക്കും. നീലേശ്വരം ക്ഷീരവികസന യൂണിറ്റ് പരിധിയിൽ ഉൾപ്പെടുന്ന 6 ഗ്രാമപഞ്ചായത്തുകളിലും നീലേശ്വരം നഗരസഭയിലുമായി ആകെ 35 ക്ഷീര സഹകരണ സംഘങ്ങളാണ് പ്രവർത്തിക്കുന്നത്. നിലവിൽ 1250ഓളം കർഷകരിൽ നിന്നായി പ്രതിദിനം 12,000 ലിറ്റർ പാൽ സംഘങ്ങൾ മുഖേന സംഭരിക്കുന്നുണ്ട്. ഉദ്ഘാടന ചടങ്ങിൽ M രാജഗോപാൽ MLA അധ്യക്ഷത വഹിക്കും. നമ്മുടെ കേരളത്തിലെ തന്നെ 2025-26 വർഷത്തെ ആദ്യ ക്ഷീരകർഷക സംഗമമാണ് നമ്മുടെ ഇടയിലക്കാട് വെച്ചിട്ട് ഈ 19-ാം തീയതി തിങ്കളാഴ്ച ബഹുമാനപ്പെട്ട തൃക്കരിപ്പൂർ MLA ശ്രീ രാജഗോപാലൻ അവരുടെ അധ്യക്ഷതയിൽ ബഹുമാനപ്പെട്ട സംസ്ഥാന ക്ഷീരവികസന മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ശ്രീമതി ചിഞ്ചുറാണി മാഡം ഉദ്ഘാടനം നിർവഹിക്കുന്നത്. സംഘാടക സമിതി ചെയർമാൻ K മധുസൂദനൻ, നീലേശ്വരം ബ്ലോക്ക് ക്ഷീരവികസന ഓഫീസർ K രമ്യ, മിൽമ ഫെഡറേഷൻ ഡയറക്ടർ PP നാരായണൻ, പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ ഖാദർ പാണ്ഡ്യാല എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. കാസർഗോഡ് ഡയാലൈഫ് ആശുപത്രിയിൽ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന സ്കാൻ സെന്റർ ഉദ്ഘാടനം വിപുലമായ അന്തരീക്ഷത്തിൽ നടന്നു. പാണക്കാട് സയ്യിദ് മുനവറലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം നിർവഹിച്ചു. കാസർഗോഡ് ഡയാലൈഫ് ഹോസ്പിറ്റലിൽ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന സ്കാനിംഗ് സെന്ററിന്റെ ഉദ്ഘാടനം മുസ്ലിം ലീഗ് ദേശീയ സെക്രട്ടറി പാണക്കാട് മുനവറലി ശിഹാബ് തങ്ങൾ നിർവഹിച്ചു. ആതുര ചികിത്സാ മികവോടുകൂടി കഴിഞ്ഞ 6 വർഷമായി പ്രവർത്തിച്ചു വരുന്ന ഡയാലൈഫ് ഹോസ്പിറ്റലിൽ 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന എമർജൻസി വിഭാഗവും യൂറോളജി വിഭാഗവും കഴിഞ്ഞ മാസമാണ് പ്രവർത്തനം ആരംഭിച്ചത്. യൂത്ത് ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഷ്റഫ് എടനീർ, ജില്ലാ പ്രവാസി ലീഗ് പ്രസിഡന്റ് AP ഉമ്മർ, UK യൂസഫ് പുലിക്കുന്ന്, ഡയാലൈഫ് മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ മൊയ്തീൻ കുഞ്ഞി IK, ഡോക്ടർ നഫ്സീൻ, ഡോക്ടർ നൌഫൽ, ഹോസ്പിറ്റൽ അഡ്മിൻ മൻസൂർ കുമ്പള, മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് ഷഫീർ കുമ്പള തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് കിംസിൽ അത്യാധുനിക രീതിയിൽ നവീകരിച്ച NICUവിന്റെ ഉദ്ഘാടനം വിപുലമായ അന്തരീക്ഷത്തിൽ നടന്നു. മജീഷ്യൻ ഗോപിനാഥ് മുതുകാട് ഉദ്ഘാടനം നിർവഹിച്ചു. കാസർഗോഡ് കറന്തക്കാട് അശ്വിനി നഗറിൽ പ്രവർത്തിക്കുന്ന കാസർഗോഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് കിംസിൽ അത്യാധുനിക സംവിധാനത്തോടു കൂടിയ NICU പ്രവർത്തനമാരംഭിച്ചു. കിംസ് MDയും പ്രശസ്ത ഓർത്തോപീഡിക് സർജനുമായ ഡോക്ടർ പ്രസാദ് മേനോൻ, പ്രശസ്ത ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ ഉഷ മേനോൻ എന്നിവരുടെ സാന്നിധ്യത്തിൽ പ്രശസ്ത മജീഷ്യനും സാമൂഹിക പ്രവർത്തകനുമായ ഗോപിനാഥ് മുതുകാട് അത്യാധുനിക സൗകര്യങ്ങളോടുകൂടിയ NICUവിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചു. നവജാത ശിശു ശുശ്രൂഷ സംരക്ഷണ രംഗത്ത് യൂറോപ്യൻ രാജ്യങ്ങൾക്ക് സമാനമായ മുന്നേറ്റമാണ് കേരളത്തിലെ ആരോഗ്യ മേഖലയിൽ ഉണ്ടായതെന്നും അതിന് മുതൽക്കൂട്ടായ പ്രവർത്തനമാണ് കാസർഗോഡ് കിംസ് ഹോസ്പിറ്റലിൽ തുറന്ന് പ്രവർത്തിക്കുന്ന NICU എന്നും ഗോപിനാഥ് മുതുകാട് പറഞ്ഞു. കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ചൈൽഡ് ഡെത്ത് എന്ന് പറയുന്നത് വളരെ കുറവാണ്. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ കണക്ക് പ്രകാരം മറ്റ് സ്കാൻഡിനേവിയൻ രാജ്യങ്ങളെ പോലെ തന്നെ നമ്മുടെ കേരളം മാത്രം ഇന്ത്യ രാജ്യത്ത് ഏറ്റവും ഉന്നതിയിൽ നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് നമ്മുടെ കേരളം എന്ന് പറയുന്നത്. ഓരോ ഭൂമിയിലെ സൗന്ദര്യവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും വലിയ സൗന്ദര്യം എന്താണ്? ജനിച്ചു വീഴുന്ന ഒരു കുഞ്ഞിൻ്റെ മുഖമാണ്, അല്ലേ? അതിലപ്പുറം എന്ത് സൗന്ദര്യമാണുള്ളത്? നിഷ്കളങ്കമായ ചിരിയാണ്. ആദ്യത്തെ ഒരു 28 ദിവസങ്ങൾ NICUവിൽ സംരക്ഷിക്കാൻ സാധിക്കുക എന്ന് പറഞ്ഞാൽ ദൈവീകമായിട്ടുള്ള ദൈവതുല്യമായിട്ടുള്ളൊരു പ്രവർത്തനമാണ് എന്ന് ഞാൻ കണക്കാക്കുന്നു. ഇത് വലിയൊരു ഭാഗ്യമാണ് കിംസിനെ സംബന്ധിച്ചിടത്തോളം, കാസർഗോഡിനെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം. തുടർന്ന് കിംസ് ഹോസ്പിറ്റലിന്റെ പുതുതായി രൂപകൽപ്പന ചെയ്ത ലോഗോ ഗോപിനാഥ് മുതുകാട് പ്രകാശനം ചെയ്തു. പരിപാടിയിൽ ഡോക്ടർ പ്രസാദ് മേനോൻ അധ്യക്ഷത വഹിച്ചു. ഗോപിനാഥ് മുതുകാടിനുള്ള കിംസിന്റെ ആദരവായി ഡോക്ടർ KP ഭട്ട് പൊന്നാടയണിയിച്ചു. ഡോക്ടർ ഉഷ മേനോൻ സ്വാഗതവും ഡോക്ടർ സാദിയ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ഖത്തർ KMC
KMCC മൊഗ്രാൽ പുത്തൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നാട്ടുരുമ പദ്ധതിയുടെ ഭാഗമായി ജില്ലാതല നീന്തൽ മത്സരം വാകരയിലെ ഗ്രീൻ സ്റ്റേഡിയത്തിൽ ആഘോഷപരമായി നടന്നു. കാസർഗോഡ് ജില്ലയിലെ വിവിധ പഞ്ചായത്തുകളെയും മുനിസിപ്പാലിറ്റികളെയും പ്രതിനിധീകരിച്ച് തെരഞ്ഞെടുക്കപ്പെട്ട 24 പേർ മത്സരത്തിൽ പങ്കെടുത്തു. കായിക സാമൂഹിക മേഖലകളിലെ പ്രമുഖ വ്യക്തിത്വങ്ങളുടെ സാന്നിധ്യത്തിൽ നടന്ന പരിപാടി പ്രേക്ഷകരെ ആവേശത്തിലാഴ്ത്തി. KMCC മൊഗ്രാൽ പുത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് അൻവർ കടവത്ത്, ജനറൽ സെക്രട്ടറി അബ്ദുൽ റഹിമാൻ എരിയാൽ, റഹീം ചൌക്കി, KB റഫീഖ്, റോസ്തീൻ തുടങ്ങിയവർ മത്സരത്തിന് നേതൃത്വം നൽകി. പരിപാടിയുടെ ഉദ്ഘാടനം വേൾഡ് KMCC വൈസ് പ്രസിഡന്റ് SM ബഷീർ നിർവഹിച്ചു. മികച്ച പ്രകടനത്തിലൂടെ ആസിഫ് 1ാം സ്ഥാനവും സിറാജ് 2ാം സ്ഥാനവും സ്വന്തമാക്കി. വിജയികൾക്കുള്ള സമ്മാനങ്ങൾ സംസ്ഥാന KMCC വൈസ് പ്രസിഡന്റ് ആദം കുഞ്ഞിയും ലുക്മാൻ ഹക്കീമും വിതരണം ചെയ്തു. മൊഗ്രാൽ പുത്തൂർ പഞ്ചായത്ത് തല നീന്തൽ മത്സരത്തിൽ അൽഫാസ് 1ാം സ്ഥാനവും ആബിദ് മൊഗർ 2ാം സ്ഥാനവും നേടി. പരിപാടിയിൽ ലുക്മാൻ തളങ്കരയെ ആദരിച്ചു. സുലൈമാൻ അസ്കർ നേതൃത്വം നൽകി. സമീർ ഉടുമ്പന്തല, അലി ചേരൂർ, ഷാനിഫ് പൈക്ക, റഷീദ് ചെർക്കള, ജാഫർ കല്ലങ്ങാടി, റസാഖ് കല്ലാട്ടി, സലാം ഹബീബി, ആബിദ് ഉദിനൂർ, അഷ്റഫ് മടത്തിൽ, നൌഷാദ് പൈക്ക, അബ്ദുൽ റഹിമാൻ മലയാരം, ഷെരീഫ് മേപ്പുരി, റഹീം ബളൂർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് ജില്ലാ ലൈബ്രറി കൗൺസിൽ കാഞ്ഞങ്ങാട് ദുർഗ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടത്തിവരുന്ന പുസ്തകോത്സവത്തിൽ തിരക്കേറുന്നു. പുസ്തകോത്സവത്തിന്റെ ഭാഗമായി റീഡിംഗ് തിയേറ്റേഴ്സ് ഉറൂബിന്റെ കഥയായ ഭഗവാന്റെ അട്ടഹാസം നാടകവും കാണികൾക്ക് കൗതുകമായി. കാസർഗോഡ് ജില്ലാ ലൈബ്രറി കൗൺസിൽ കാഞ്ഞങ്ങാട് ദുർഗ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടത്തിവരുന്ന പുസ്തകോത്സവത്തിൽ വായനക്കാരുടെ തിരക്ക് ദിനംപ്രതി കൂടി വരികയാണ്. ഗ്രന്ഥശാല പ്രവർത്തകരും സഹൃദയരായ വായനക്കാരും ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് എത്തുകയാണ്. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 50 പ്രസാധകരുടെ 100ഓളം സ്റ്റാളുകൾ പുസ്തകമേളയിലുണ്ട്. വിവിധ പ്രസാധകരുടെ ഏറ്റവും ഒടുവിൽ പുറത്തിറങ്ങിയ പുസ്തകങ്ങളും ജനപ്രിയ പുസ്തകങ്ങൾക്കും ആവശ്യക്കാരേറെയാണ്. ന്യൂജൻകാരുടെ സാന്നിധ്യം പുസ്തകോത്സവത്തിലെ വേറിട്ട കാഴ്ചയാവുകയാണ്. ഗ്രന്ഥശാലകൾക്കും പൊതുജനങ്ങൾക്കും വിലക്കിഴിവും അനുവദിച്ചിട്ടുണ്ട്. പുസ്തകോത്സവത്തിന്റെ ഭാഗമായി റീഡിംഗ് തിയേറ്റർ ഒരുക്കിയ ഭഗവാന്റെ അട്ടഹാസം നാടകവും അരങ്ങേറി. ഇത്തരമൊരു അവസാനം കൃഷ്ണൻ അറിഞ്ഞിരുന്നുവോ, കണ്ടിരുന്നുവോ? വിശ്വസിക്കാൻ വയ്യ, എനിക്ക് വിശ്വസിക്കാൻ വയ്യ. CV വിജയരാജ് സ്വാഗതവും TV കൃഷ്ണൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. KAUEA 51ാം സംസ്ഥാന സമ്മേളനത്തിന് തുടക്കമായി. പടന്നക്കാട് കാർഷിക കോളേജിലാണ് സമ്മേളനം നടക്കുന്നത്. 2025 മെയ് 16, 17 തീയതികളിലായി നടക്കുന്ന കേരള അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി എംപ്ലോയീസ് അസോസിയേഷന്റെ 51ാം സംസ്ഥാന സമ്മേളനത്തിന് കാസർഗോഡ് ജില്ലയിലെ പടന്നക്കാട് കാർഷിക കോളേജിൽ തുടക്കമായി. സമ്മേളനത്തോടനുബന്ധിച്ചുള്ള സെമിനാർ UGC ഡ്രാഫ്റ്റ് റെഗുലേഷൻസ് 2025 പ്രശ്നങ്ങളും പ്രതിരോധവും എന്ന വിഷയത്തിൽ നടന്ന സെമിനാർ CPIM ജില്ലാ സെക്രട്ടറി M. രാജഗോപാലൻ MLA ഉദ്ഘാടനം ചെയ്തു. LDF സർക്കാരിന്റെ പ്രഖ്യാപിത ലക്ഷ്യമായ സാർവത്രിക വിദ്യാഭ്യാസം എന്ന കാഴ്ചപ്പാടിന് വിപരീതമായി വിദ്യാഭ്യാസം വർണ്ണീയവൽക്കരിക്കുന്നതിനുള്ള ശ്രമമാണ് UGCയെ ഉപയോഗപ്പെടുത്തി യൂണിയൻ സർക്കാർ നടത്തുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. ശക്തമായ പ്രക്ഷോഭത്തിനെയും അഭിപ്രായ രൂപീകരണത്തിനെയും തുടർന്ന് മുൻ വർഷങ്ങളിൽ UGC നിയമങ്ങൾ പിൻവലിക്കേണ്ടി വന്നിട്ടുണ്ടെന്നും പ്രതിലോമകരമായ പുതിയ നിയമങ്ങൾക്ക് എതിരെയും ശക്തമായ പ്രതിഷേധം ഉയർത്തി പ്രതിരോധിക്കേണ്ടതുണ്ടെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. NR സാജൻ അധ്യക്ഷത വഹിച്ചു. സംഘടനാ ജനറൽ സെക്രട്ടറി KR പ്രതീഷ് സ്വാഗതം പറഞ്ഞു. CV ഡെന്നി സംസാരിച്ചു. സ്വാഗത സംഘം ചെയർമാൻ VV രമേശിന്റെ സാന്നിധ്യത്തിൽ KAU ജനറൽ കൗൺസിൽ അംഗം ഡോക്ടർ P. നിതീഷ് നന്ദി അർപ്പിച്ച് സംസാരിച്ചു. പ്രതിനിധി സമ്മേളനം മെയ് 17 CPIM കേന്ദ്ര കമ്മിറ്റി അംഗവും LDF കൺവീനറുമായ TP രാമകൃഷ്ണൻ MLA ഉദ്ഘാടനം ചെയ്യും. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. മേക്കിംഗ് ഇന്ത്യയിലൂടെ ഭാരതം വൻ സൈനിക ശക്തിയുള്ള രാജ്യമായി മാറിയെന്ന് കേണൽ P. ദാമോദരൻ കാഞ്ഞങ്ങാട് സംഘടിപ്പിച്ച ത്രിവർണ്ണ സ്വാഭിമാന യാത്ര ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. മേക്കിംഗ് ഇന്ത്യയിലൂടെ ഭാരതം വൻ സൈനിക ശക്തിയുള്ള രാജ്യമായി മാറിയെന്നും 10 വർഷം കൂടി കഴിഞ്ഞാൽ ലോകത്തിലെ 1ാം സ്ഥാനമുള്ള സൈനിക ശക്തിയുള്ള രാജ്യമായി ഭാരതം മാറുമെന്നും കേണൽ P. ദാമോദരൻ പറഞ്ഞു. പാകിസ്ഥാൻ ഭീകരതയെ അടിച്ചമർത്തിയ സൈന്യത്തിന് അഭിവാദ്യമർപ്പിച്ചുകൊണ്ട് അഖില ഭാരതീയ പൂർവ്വ സൈനിക പരിഷത്തിന്റെയും കാഞ്ഞങ്ങാട്ട് സംഘടിപ്പിച്ച ത്രിവർണ്ണ സ്വാഭിമാന യാത്ര ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. എന്റെ ജീവിതത്തിൽ ഇതുവരെ നമ്മുടെ ദേശീയ പതാക കയ്യിലേന്തിക്കൊണ്ട് ഒരു പ്രകടനം നടന്നിട്ടില്ല, അല്ലെങ്കിൽ ഞാനൊരു പങ്കാളിയായിട്ടുണ്ട്.
ദേശീയ പതാക നമ്മുടെ വികാരമാണ്. വളർന്നുവരുന്ന തലമുറയോട് ഇതാണ് നമ്മുടെ ഭാരതമെന്ന് ഉറക്കെ വിളിച്ചു പറയാൻ ഓരോ പൗരനും സാധിക്കുന്ന പുതിയ ഭാരതത്തിലാണ് നമ്മൾ നിൽക്കുന്നതെന്നും പാകിസ്ഥാന്റെ ആക്രമണത്തെ ചെറുത്തു തോൽപ്പിച്ചതോടെ രാജ്യത്തെ സമ്പദ്വ്യവസ്ഥയിൽ വൻ കുതിച്ചുചാട്ടമാണ് ഉണ്ടായിരിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പൂർവ്വ സൈനിക പരിഷത്ത് ജില്ലാ പ്രസിഡന്റ് രാജീവൻ പാലോട്ടിൽ അധ്യക്ഷത വഹിച്ചു. VG ശ്രീകുമാർ മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ വൈസ് പ്രസിഡന്റ് P രാജീവൻ സ്വാഗതവും ട്രഷറർ മേലത്ത് തമ്പാൻ നായർ നന്ദിയും പറഞ്ഞു. ജില്ലാ സെക്രട്ടറി KP രാജീവൻ, സൈനിക മാതൃശക്തി ജില്ലാ പ്രസിഡന്റ് സുജാത രാജീവൻ, സെക്രട്ടറി പ്രിയ രമേശൻ, BJP ജില്ലാ പ്രസിഡന്റ് ML അശ്വിനി, സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് K ശ്രീകാന്ത്, ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ മനു ലാൽ മേലത്ത്, PR സുനിൽ, വൈസ് പ്രസിഡന്റ് M ബൽരാജ്, മുൻ ജനറൽ സെക്രട്ടറിമാരായ A വേലായുധൻ, വിജയറായ്, അഡ്വക്കേറ്റ് KK നാരായണൻ, SP ഷാജി, ഗോപാലകൃഷ്ണൻ തച്ചങ്ങാട്, അഡ്വക്കേറ്റ് A മണികണ്ഠൻ തുടങ്ങിയവർ സംബന്ധിച്ചു. നോർത്ത് കോട്ടച്ചേരിയിൽ നിന്ന് പുതിയ കോട്ടയിലേക്ക് നടത്തിയ ത്രിവർണ സ്വാഭിമാന യാത്രയിൽ നിരവധി പേർ അണിനിരന്നു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. രാജപുരം എണ്ണപ്പാറ സർക്കാരി മൊയോലത്തെ ആദിവാസി പെൺകുട്ടിയുടെ തിരോധാനം. തിരച്ചിലിൽ ലഭിച്ച എല്ലിന്റെ ഭാഗം പെൺകുട്ടിയുടേതാണെന്ന് തെളിഞ്ഞതായി പോലീസ്. കാന്തതീർത്ത ബീച്ച് റോഡ് ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി നിർവഹിച്ചു. ജില്ലാ ലൈബ്രറി കൌൺസിൽ വികസന സമിതിയുടെ ആഭിമുഖ്യത്തിൽ ദുർഗ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുന്ന പുസ്തകോത്സവം ശ്രദ്ധേയമാകുന്നു. സീതാങ്കുളി മുഖാരിക്കണ്ടത്ത് ഹാർഡ്വെയർ കടയിൽ വൻ തീപിടുത്തം. ബദിയടുക്കയിലെ അർഷാദിന്റെ ഉടമസ്ഥതയിലുള്ള അർഷ് എന്ന ഹാർഡ്വെയർ കടയിലാണ് തീപിടുത്തമുണ്ടായത്. കാസർഗോഡ് തിയേറ്ററിക് സൊസൈറ്റിയും സംഗീത നാടക അക്കാദമിയും ചേർന്നൊരുക്കുന്ന നാടകോത്സവം 23-24 തീയതികളിൽ കാസർഗോഡ് നടക്കും. പത്മശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാർ ഉദ്ഘാടനം ചെയ്യും. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.